ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ബട്ടർ കേക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. ബട്ടർ കേക്ക് അല്ലെങ്കിൽ ടീ കേക്ക് നമുക്ക് ഒത്തിരി മെത്തേഡിൽ ചെയ്യാം. അതിൻ്റെ അകത്ത് ഒരു മെത്തേഡാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഒരു കപ്പ് ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നു. അതിനുശേഷം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം പിഞ്ച് സോൾട്ടും കൂടെ ഇട്ടിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നു. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു അരിപ്പ എടുത്തിട്ട് നമ്മൾ ഇപ്പം മിക്സ് ചെയ്ത് വെച്ച പൊടി നന്നായിട്ട് 3 തവണ മിക്സ് ചെയ്യണം. ഈ 3 തവണ മിക്സ് ചെയ്യുന്ന അരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിലെ കട്ടകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയും പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ എല്ലാ സ്ഥലത്തേക്കും എത്താൻ വേണ്ടിയുമാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ ടിൻ നന്നായിട്ടൊന്ന് ഓയിലോ ബട്ടറോ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദയുടെ പൊടി ഇട്ടിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കൊന്ന് ആക്കി വയ്ക്കുന്നു. നമ്മൾ ബട്ടർ പേപ്പർ ഇടാത്ത അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് താഴത്തും മുകളിലുമുള്ള കോയിൽ മോഡിലിട്ടിട്ട് 160 ഡിഗ്രി സെൽഷ്യസ് 160 ഡിഗ്രിയിൽ നമ്മളത് പ്രീഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്തത് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനുള്ള ടൈമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 വലിയ മുട്ട ഏത് ബൗളാണോ ആ ബൗളിലേക്ക് ഇടുക. ബൗളിൽ ഒട്ടും വെള്ളം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മുട്ട ഫ്രിഡ്ജിൽ നിന്നും അപ്പം തന്നെ എടുത്ത മുട്ടയാകാൻ പാടില്ല. കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനവും ഫ്രിഡ്ജിൽ നിന്നും ഉടനെ എടുത്തതായിരിക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മധുരം ആഡ് ചെയ്യാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വാനില എസൻസ് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യണതിൽ തന്നെ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ സ്മെല്ല് നന്നായിട്ട് പോകാൻ വേണ്ടിയാണ് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ വാനില എസൻസ് ഒഴിക്കുന്നത്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര നമ്മൾ ഏത് കപ്പിലാണോ മൈദ അളന്നത് ആ കപ്പിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ നമുക്കിതിൽ 1 കപ്പ് പഞ്ചസാര എടുക്കാം. അപ്പോൾ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ഇട്ടിട്ട് ബീറ്റർ നല്ലൊരു മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഫ്ലഫി ആവുന്നിടം വരെ ബീറ്റ് ചെയ്യണം. ഈ ബാറ്ററിൻ്റെ ഈ വാട്ടർ കൺസിസ്റ്റൻസി ഒക്കെ മാറിയിട്ട് നല്ല തിക്കായിട്ടൊരു ഫ്ലഫി ആയിട്ട് വരും. ആ ഒരു ടൈം വരെ നമ്മളത് ബീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനവും ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് അപ്പം തന്നെ ഉള്ള ഒന്നും ആവരുത്. എല്ലാം നമ്മളൊരു 1 മണിക്കൂർ മുന്നേ എങ്കിലും പുറത്തെടുത്ത് വെച്ച് നല്ല റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മൈദ ആയാലും ബേക്കിംഗ് പൗഡർ എല്ലാം നമ്മൾ തണുത്തതായിട്ടുള്ള ഒരു ഐറ്റംസും കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യരുത്. കേക്ക് ഒട്ടും പൊങ്ങില്ല. ഇപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട്. നല്ല ഫ്ലഫി ആവുന്നിടം വരെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യാണ്. അപ്പോൾ ടീ കേക്ക് നമുക്ക് 2-3 മെത്തേഡിൽ ചെയ്യാം. അതിൻ്റെ അകത്ത് ഒരു മെത്തേഡാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. വേറെ എല്ലാ മെത്തേഡ്സും ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബാറ്റർ ആയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓവനിലല്ല പാനിലാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആ ടൈമിൽ തന്നെ ഏത് പാനാണോ ആ
പാൻ ഗ്യാസിൽ വെച്ചിട്ട് മീഡിയം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഇന്ന് ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഫുൾ ബട്ടറാണ് ഞാൻ ഇതെടുത്തത്. ഇതൊരു 100 ഗ്രാം ബട്ടറിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ആ എഗ്ഗിൻ്റെ മിക്സ്ചറിലേക്കിട്ട്, ഇനി നമ്മൾ ഒത്തിരി ബീറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ പൊങ്ങിയതൊക്കെ താന്നു പോവും. അപ്പോൾ അത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊരു 3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇട്ടു. അപ്പോൾ നമ്മളത് മെല്ലെ ഒരു സ്പാച്ചിലയോ തടിത്തവിയോ വെച്ചിട്ട് ജസ്റ്റ് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഭയങ്കര ഹാർഡായി പോകും. അത് കാരണം വളരെ പതുക്കെ മെല്ലെ മിക്സ് ചെയ്യുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ബാറ്റർ ഒത്തിരി ടൈറ്റ് ആവാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് വാം മിൽക്ക്, ചെറിയ ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ആ തിക്നെസ് മാറാൻ വേണ്ടി മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓരോ തവണ പൊടി ഇടുമ്പോഴും മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റ് നമ്മൾ ബട്ടർ കേക്കിനൊക്കെ ജസ്റ്റ് ഈ വിസ്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും, കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇപ്പം നമ്മൾ ബാറ്റർ ടിന്നിലേക്ക് ഒഴിക്കുമ്പോൾ ഈ ഒരു റിബൺ സ്റ്റേജിൽ വരണം. അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തിരി ഒരു 5 to 6 ടൈംസ് തന്നെ ചെയ്യണം. ചെയ്തതിന് ശേഷം നമ്മുടെ ഓവൻ പ്രീ ഹീറ്റായി കിടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വയ്ക്കാം. പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് ഇത് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഒരു OTG ഓവനാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു 45 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്യുന്നത്. 45 മിനിറ്റ്സ് വെച്ചിട്ട് 160 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് ഒരു 40 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കേക്ക് നന്നായിട്ട് പൊങ്ങി മുകളിലൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരാൻ തുടങ്ങും. ഈ ഒരു ടൈമിൽ 45 മിനിറ്റ്സ്, ഒരു 40 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു സ്ക്വയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കേക്കിൻ്റെ മുകളിൽ നടുവിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ട്. ഇനി അതല്ല, കുറച്ചുകൂടെ കുക്ക് ആവാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റിക്കിൽ ഇങ്ങനെ കേക്കിൻ്റെ കുറച്ച് പാർട്സൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പോൾ ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമ്മൾ മാറ്റി നന്നായിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ടിന്നിൽ നിന്ന് കേക്ക് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ കേക്ക് ആ ടിന്നിലിരുന്നിട്ട് ഹാർഡാവും. പിന്നെ നമ്മളത് നന്നായിട്ട് കൂളാവാനായിട്ടൊരു വയർ റാക്കിലേക്ക് മാറ്റാം. വയർ റാക്കോ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റി വയ്ക്കുക. അതിനുശേഷം കേക്ക് കട്ട് ചെയ്യുന്നത് എപ്പോഴും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം. അതായത് നമ്മളിപ്പോൾ ഒരു ഓവർനൈറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും മുകളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. കേക്കിൻ്റെ ബേക്കിംഗ് പൗഡറിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ ചൂടനെ തന്നെ കട്ട് ചെയ്താൽ അതൊരു സ്മെല്ലായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൂളായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് കേക്കിൻ്റെ ഒറിജിനൽ കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നത്. കേക്ക് ഇപ്പോൾ നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചായയുടെ കൂടെയും കുട്ടികൾക്കൊക്കെ അല്ലാണ്ട് കഴിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന കേക്കാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും താഴെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.